പ്രിയമുള്ളവരെ, കഴിഞ്ഞ 15 ദിവസമായിട്ട് LF ഹോസ്പിറ്റലിലെ നേഴ്സുമാർ ഇവിടെ സമരത്തിലായിരുന്നു. LF-ലും മാത്രമല്ല, ഏകദേശം 25ഓളം ഹോസ്പിറ്റലിലെ KHയുടെ കീഴിലും ചായയുടെ കീഴിലുമുള്ള മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളിൽ 20ഓളം ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാർ സമരത്തിലാണ്. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അങ്കമാലി നമ്മുടെ പൊതു സ്വത്തായ LF ഹോസ്പിറ്റൽ, അതായത് അതിരൂപതയുടെ മാനേജ്മെൻറ്റിന് കീഴിലുള്ള LF ഹോസ്പിറ്റലിലെ നേഴ്സുമാർ ഈ കഴിഞ്ഞ 15 ദിവസം തന്നെയാണ് അവരുടെ സമരം. എന്നിട്ടും മാനേജ്മെൻറ്റ് കണ്ണു തുറക്കുകയോ നീതി പാലിക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിൽ അവരിന്ന് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം അവരുടെ നിരാഹാരത്തിൻ്റെ പന്തലിലേക്ക് ഒന്ന് നോക്കുകയാണ്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രവാസികളുടെ കൈപ്പട്ടൂരിലെ കൂട്ടായ്മ എത്തുകയുണ്ടായി. അവരിൽ ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്ന നേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല, എന്താ നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്? അനുഭവങ്ങളുടെ ലോകത്തേക്ക് ഉപവാസത്തിലും നിരാഹാരത്തിലും ഒക്കെ ആയിട്ട് എങ്ങനെയുണ്ട് അനുഭവം? കാലത്ത് 8 മണിയായപ്പോൾ തുടങ്ങിയ നമ്മുടെ ഉപവാസ സമരം, ഉപവാസമല്ല നിരാഹാരമാണ്. നിരാഹാരം ഇന്ന് തുടങ്ങി. ഇനി അടുത്ത ആൾ 8 മണിക്ക് വന്ന് റിലേ ആയിട്ടാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത്. മാനേജ്മെൻറ്റിൻ്റെ നീതി നിഷേധത്തിനെതിരെ ഞങ്ങളെ നിരാഹാരത്തിലേക്ക് കടത്തിവിട്ടു. മാനേജ്മെൻറ്റ് എപ്പോഴെങ്കിലും ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ? പിന്നീട് ചർച്ച എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ഒരു മീഡിയേഷനായിട്ട് PR ആയിട്ടൊരു ഇത് വെച്ചായിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ല. അച്ഛനെന്തോ പുറത്തേക്ക് ഡൽഹിക്ക് എവിടെ പോവാണ്. അപ്പം അത് പോകുന്നത് വരെ നമ്മൾ ഡ്യൂട്ടിക്ക് കയറ്, അത് കഴിഞ്ഞ് വന്നിട്ട് ശരിയാക്കാം, നിങ്ങളപ്പോൾ ഡ്യൂട്ടിക്ക് കയറുന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടൊരു ഇത് വിളിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത് നീതി കാണാതെ തിരിച്ചു കയറില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ PROന്റെ പേരെന്താ? ബാബു PRO. ഓക്കെ, ബാബുവിൻ്റെ ഫുൾ നെയിം പറയുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, നോ പ്രോബ്ലം. അച്ഛൻ ധ്യാനത്തിന് പോകണമെന്നാ? അതറിയില്ല. അല്ല, അച്ഛന് ധ്യാനിക്കാൻ പറ്റിയ സമയമാണല്ലോ ഇപ്പം. അച്ഛനും ജോയിന്റ് ഡയറക്ടറും ജോയിന്റ് ഡയറക്ടറും കൂടിയാണ് പോയേക്കുന്നത്. അപ്പോൾ സമരം ഇന്ന് 15 ദിവസം ഇവിടെ ഈ ടൈമാണ് പൂർത്തിയായ. സെക്കൻഡ് രണ്ടാം ഘട്ടം 15-ാം ദിവസമാണ്. രണ്ടാം ഘട്ടം 15 ദിവസമായി. 15 ദിവസം. ആദ്യത്തെ ഘട്ടത്തിൽ എത്ര ദിവസം ചെയ്തു? 5 ദിവസം. 5 ദിവസം. 20 ദിവസമായി. അതിനിടയ്ക്ക് കോടതിയുടെ അഭിപ്രായ പ്രകാരമുള്ള ഒരു ബ്രേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ദുഃഖവെള്ളിയാഴ്ച ഉപവാസ സമരം നടത്തി. അത് കഴിഞ്ഞ് ഈസ്റ്ററിന് പെസഹയ്ക്കൊക്കെ നമ്മളിവിടെ തന്നെയാണ്. നമ്മളിവിടെ നിന്ന് വീട്ടിൽ പോയിട്ടില്ല. ഇനിയിപ്പോൾ രാപ്പകൽ സമരത്തിലേക്ക് കടന്നേക്കാണ് ഇന്ന് തുടങ്ങി. നിങ്ങൾ സമരം ദിവസങ്ങൾ കൂടുന്തോറും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത മാനേജ്മെന്റിന്റെ മനസ്സ് കല്ലാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. നാളെ തുടങ്ങി ഇനി വേറെ സമര സമിതികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആഭിമുഖ്യത്തിൽ പല പരിപാടികളും ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നടക്കട്ടെ സമരം. ഇന്നു മുതൽ രാപ്പകൽ സമരം കൂടി ഉണ്ടല്ലോ. നിരാഹാരം റിലേ ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ പക്ഷേ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ കാരണം ഇലക്ഷൻ്റെ തിരക്കും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ പല അവഗണിച്ചതല്ല, ഒരിക്കലും നിങ്ങൾ അവഗണിച്ചതല്ല. പലരും ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് ഇലക്ഷന് എല്ലാം എന്താ പറയാ, സ്ഥാനാർത്ഥികളും വന്ന് കണ്ടിട്ട് പോയി. ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് 2ാമത്തെ ദിവസമായി. എന്നിട്ട് അവർക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അവർക്ക് വോട്ട് മാത്രം മതിയായിരുന്നു. അവർക്ക് ടെൻഷനിലാണ്. അവർ 1 മാസം വരെ ടെൻഷനിലാണ്. അവർക്ക് പറയാൻ പറ്റില്ല ആരെ ജയിക്കുന്നത്. ഞങ്ങളുടെ ദുഃഖങ്ങളും പരിഭവങ്ങളും ആരോട് പറയും? എന്തായാലും ജയിക്കണ സ്ഥാനാർത്ഥി വന്ന് നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. അതല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ മീഡിയ പ്രവർത്തകർ ഇവരുടെ ഇലക്ഷൻകാരുടെ പിന്നാലെ ഓടി, എല്ലാവരും ഓടി തളർന്ന് അങ്ങനെ ഇന്ന് റെസ്റ്റ് ആയിട്ട് എടുത്തതുകൊണ്ടാണ്. രാവിലെ ഉണ്ടായിരുന്നു, പലരും വിളിച്ചിരുന്നു. അപ്പോൾ മീഡിയക്കാരെ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാ മീഡിയ അല്ലെങ്കിലും ഞങ്ങളെ പോലെ ഫ്രീലാൻസ് മീഡിയ ഉണ്ടാവും.
പല മീഡിയക്കാർക്ക് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും വരാത്തത്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നല്ല കാര്യം. അതെ, ദീപിക പോലുള്ള പത്രങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല, അത് അതിരൂപതയുടെ ഭാഗത്തു നിന്നുള്ള പത്രം കാരണം. എങ്കിലും ഞങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ടാവും, ഞങ്ങൾ അങ്കമാലിക്കാരുണ്ടാവും, അങ്കമാലിയിലെ ജനങ്ങൾ. ഓക്കെ, നടക്കേണ്ട ആശംസകൾ എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാവട്ടെ എന്ന്